അസ്സലാമലൈക്കും വറഹ്മത്തുള്ള. കൂട്ടുകാരെ, എല്ലാവർക്കും ഇൽമുൽ അഹദിലേക്ക് സ്വാഗതം. ആരും ഇനി പേടിക്കേണ്ടതില്ല. നാം വന്ന് പഠിക്കാൻ പോകുന്നത് വേറൊന്നുമല്ല, മിക്കവർക്കും പേടിയും ചിലർക്ക് ഇഷ്ടപ്പെട്ടതുമായ ഒരു വിഷയമാണ് തജ്വീദ്. തജ്വീദ് 13 പാഠങ്ങളുണ്ട്. നമ്മൾ ഈ പൊതുപരീക്ഷയ്ക്ക് വേണ്ടി അതിന്റെ തയ്യാറെടുപ്പ് എടുക്കാൻ പോവുകയാണ്. നമ്മൾ 13-ാം പാഠം മുതൽ 1-ാം പാഠം വരെയാണ് റിവൈസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം 13-ാമത്തെ പാഠം. സ്വാദിനെ സീനാക്കി ഓതണം. എവിടെയെല്ലാം? അൽ ബക്കറ സൂറത്തിലെ 245-ാം ആയത്തിൽ വയബ്സുതു എന്നതിലും അൽ അഅറാഫ് സൂറത്തിലെ 69-ാം ആയത്തിൽ ബസ്ത എന്നതിലും സ്വാദിന് പകരം സീൻ കൊണ്ട് ഉച്ചരിക്കണം. റായിനെ ഇമാലത്ത് ചെയ്തു ഓതണം. എവിടെ? ഹൂദ് സൂറത്തിൽ 41-ാം ആയത്തിൽ ബിസ്മില്ലാഹി മജ്റേഹ എന്നതിൽ റായിനെ ഇമാലത്ത് ചെയ്ത് മജ്റാഹ എന്നതിനെ ഇമാലത്ത് ചെയ്ത് മജ്റേഹ എന്ന് ഉച്ചരിക്കണം. ഇമാലത്ത് എന്ന് വെച്ചാൽ ര എന്ന് പറയുന്നതിനാണ് കേട്ടോ. 3-ാമത്തത് ലാ തഅമന്ന എന്നതിൽ എന്തു ചെയ്യണം? യൂസുഫ് സൂറത്തിൽ 11-ാം ആയത്തിൽ മാലക ലാ തഅമന്ന എന്നതിൽ നൂൻ ഉച്ചരിക്കുമ്പോൾ ഇസ്മാം ആക്കണം. ഇസ്മാം എന്നാൽ എന്ത്? ഇസ്മാം എന്നാൽ റഫ്അ ലമ്മോ ഉള്ള അക്ഷരത്തിന്മേൽ വഖഫ് ചെയ്യുകയോ അവയെ ഇദ്ഗാം ചെയ്യുകയോ ചെയ്യുമ്പോൾ ലമ്മിനെ സൂചിപ്പിച്ചുകൊണ്ട് ചുണ്ട് കൂട്ടുക എന്നാണ്. ഫകൻ കുല്ലു ഫിർഖിൻ എന്നതിൽ ഫിർഖിലെ റായിനെ എന്തു ചെയ്യണം? റായിന് തഫ്സീമും തർക്കീക്കും പറ്റും. നല്ലത് തർക്കീക്കാണ്. ഇമാലത്ത് എന്നാൽ എന്ത്? ഇമാലത്ത് എന്നാൽ ഫജ്റിന്റെയും കസ്റിന്റെയും ഇടയിലായി അല്ലെങ്കിൽ അലിഫിന്റെയും യാഇന്റെയും ഇടയിലായി ഏകാര സ്വരത്തിൽ ഉച്ചരിക്കുക എന്നാണ്. 12-ാം പാഠം. ഖുർആൻ പാരായണം കേൾക്കുന്നവൻ എങ്ങനെ ആയിരിക്കണം? ഖുർആൻ പാരായണം കേൾക്കുന്നവന്റെ ചിന്തയും ശ്രദ്ധയും ഖുർആനിലേക്കായിരിക്കണം. ഖുർആൻ പാരായണം ശ്രദ്ധയോടെ കേൾക്കുന്നത് കൊണ്ടുള്ള നേട്ടമെന്താണ്? ഈമാൻ വർദ്ധിക്കുന്നതിനും തൗബയും ഇസ്തിഗ്ഫാറും വഴി അല്ലാഹുവിലേക്ക് മടങ്ങുന്നതിനും അത് കാരണമാകും. ഖുർആൻ കേൾക്കുന്നവനെ അത് നയിക്കും. ഏതിലേക്ക്? ഭയപ്പാടിന്റെയും പ്രതീക്ഷയുടെയും ഇടയിലേക്ക് അത് അവനെ നയിക്കും. 11-ാം പാഠം. അൽ ഖുർആഉൽ അശ്റ ആരാണ്? ഖുർആൻ പാരായണ രീതി മുസ്ലിം ലോകത്തിനെ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത പ്രസിദ്ധരായ 10 ഖാരിഉകളാണ്. ഖുർആൻ പാരായണം യോജിക്കണം. എന്തിനോട്? ബഹുമാനികളായ ഇവരുടെ ഖിറാഅത്തിനോട്. കൂഫയിലേക്ക് കൊടുത്തയച്ച മുസ്ഹഫിന്റെ കൂടെ പറഞ്ഞയച്ചത് ആരെ? അബൂ അബ്ദുറഹ്മാൻ സലമി റളിയല്ലാഹുവിനെയും പറഞ്ഞയച്ചു. ആസിം കൂഫി എന്നവർ ഖുർആൻ പഠിപ്പിച്ചു. ആരെ? അവർ ഹഫ്സ് ബിൻ സുലൈമാൻ കൂഫി എന്നവർക്ക് പഠിപ്പിച്ചു. നമുക്ക് ഖിറാഅത്ത് ലഭിച്ചു. ആര് മുഖേന? ഹഫ്സ് ബിൻ സുലൈമാൻ കൂഫി അവർ മുഖേന നമുക്ക് ലഭിച്ചു. ആസിം ബിൻ കൂഫി എന്നവരുടെ ഉസ്താദ് ആര്? അബ്ദുറഹ്മാൻ ബിൻ
അബ്ദുറഹ്മാൻ സലമി. അടുത്ത പാഠം 10-ാം പാഠം. ഖുർആൻ അവതരിച്ച രൂപം എങ്ങനെ? പരിശുദ്ധ ഖുർആൻ 23 വർഷം കൊണ്ട് ഘട്ടം ഘട്ടമായാണ് അവതരിച്ചത്. ഖുർആൻ ഒരു ഗ്രന്ഥമാക്കിയത് ആര്? അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. മൂന്നാം ഖലീഫ എന്ത് ചെയ്തു? മൂന്നാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രസ്തുത ഗ്രന്ഥം പല കോപ്പികളായി പകർത്തി എഴുതിച്ചു. ജംഉൽ ഖുർആൻ എന്ന് പറയുന്നു ഏതിന്? പരിശുദ്ധ ഖുർആൻ ഒരു ഗ്രന്ഥമായി ഒരുമിച്ച് കൂട്ടി ഇതിനെ ജംഉൽ ഖുർആൻ എന്ന് പറയുന്നു. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് ഖുർആൻ പകർത്തി എഴുതുന്നതിൽ നേതൃത്വം വഹിച്ചത് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന എഴുത്തുകാരനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു തന്നെയാണ് രണ്ട് അമീറുൽ മുഅ്മിനീങ്ങളുടെ കാലത്തും മുസ്ഹബുകൾ എഴുതുന്നതിന് നേതൃത്വം വഹിച്ചത്. അടുത്ത പാഠം 9-ാം പാഠം. സുജൂദ് തിലാവത്ത് സുന്നത്താണ് ആർക്ക്? പരിശുദ്ധ ഖുർആനിലെ സജദയുടെ ആയത്തുകൾ ഓതുന്നവർക്കും കേൾക്കുന്നവർക്കും തിലാവത്തിന്റെ സുജൂദ് മഹത്തായ സുന്നത്താണ്. അടുത്ത 2-ാം ചോദ്യം. സുജൂദ് തിലാവത്തിന്റെ വിധി എന്ത്? ഖിബ്ലയിലേക്ക് നേരിടുക, ഔറത്ത് മറക്കുക, ഞാൻ തിലാവത്തിനെ സുജൂദ് ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യലും തക്ബീറത്തുൽ ഇഹ്റാമും സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് ഒരു സലാം വീട്ടലും നിർബന്ധമാണ്. സജദയുടെ ആയത്തുകൾ എത്ര? 14. സ്വാദ് സൂറത്തിലെ സുജൂദിന്റെ പേര് എന്താണ്? ശുക്രിന്റെ സുജൂദ് എന്നാണ്. ഹംസ എത്ര വിധി? 8-ാം പാഠം. ഹംസ എത്ര വിധം ഏതെല്ലാം? ഹംസ 2 വിധമാണ്. ഒന്ന് ഹംസത്തുൽ ഖത്അ, ഒന്ന് ഹംസത്തുൽ വസ്ൽ. ഹംസത്തുൽ വസ്ൽ എന്നാൽ എന്ത്? തുടങ്ങുമ്പോഴും ചേർത്ത് ഓതുമ്പോഴും ഉണ്ടാകുന്ന ഹംസക്ക് ഹംസത്തുൽ ഖത്അ എന്ന് പറയുന്നു. ഹംസത്തുൽ ഖത്അ എന്നാൽ എന്ത്? ഹംസത്തുൽ വസ്ൽ എന്നാൽ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക് ഹംസത്തുൽ വസ്ൽ എന്ന് പറയുന്നു. ഹംസത്തുൽ ഖത്അ എന്നാൽ എന്ത്? തുടങ്ങുമ്പോഴും ചേർത്ത് ഓതുമ്പോഴും ഉണ്ടാകുന്ന ഹംസക്ക് ഹംസത്തുൽ ഖത്അ എന്ന് പറയുന്നു. അടുത്തത് 6-ാം പാഠം. വഖഫിന്റെ അടയാളങ്ങളും വ്യാഖ്യാനങ്ങളും. ഈ പാഠത്തിൽ മെയിനായിട്ട് പറയേണ്ടത് ആവശ്യമൊന്നുമില്ല. നമ്മൾ ഖുർആനിൽ എവിടെയൊക്കെ നിർത്തണം എന്നാണ് ഈ പാഠത്തിൽ പറയുന്നത്. അപ്പോൾ ഈ പാഠം ഓരോന്നും ഉദാഹരണവും പഠിച്ചു വെക്കലാണ് നല്ലത് കേട്ടോ. അടുത്തത് പറയാൻ പോകുന്നത് അൽ വഖഫ്. വഖഫ് എന്നാൽ എന്ത്? ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിന്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത്. വറത്തലിൽ ഖുർആന തർത്തീല എന്നതിന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ അർത്ഥം എന്ത്? വറത്തലിൽ ഖുർആന തർത്തീല എന്ന ആയത്തിന് അലി റളിയല്ലാഹു അൻഹു നൽകിയ അർത്ഥം അക്ഷരങ്ങളെ ഭംഗിയായും വഖഫുകളെ പഠിക്കുകയും ചെയ്യുക എന്നാണ്. 3-ാമത്തെ ചോദ്യം. വഖഫ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്?
അർത്ഥം അറിയാത്തവർക്ക് വഖഫ് ചെയ്യാൻ ഖുർആൻ ചില അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ട്. അടുത്ത പാഠം 4-ാം പാഠം അൽ ഹ. പദത്തിന്റെ അവസാനത്തിൽ വരുന്ന ഹഉകൾ ഏതെല്ലാം? ഹഉ തഅനീസ്, ഹഉ സക്ത, ഹഉ ളമീർ എന്നീ 3 ഹഉ തഅനീസിനെ ചേർത്തി ഓതുമ്പോൾ എങ്ങനെ ഓതണം? തഅനീസിന്റെ ഹായിനെ ചേർത്തി ഓതുമ്പോൾ ത ആയിട്ടും അതിന്മേൽ വഖഫ് ചെയ്യുമ്പോൾ ഹ ആയിട്ടും ഉച്ചരിക്കണം. എപ്പോഴും സുക്കൂൻ ഉണ്ടാവുന്ന ഹ ഏത്? സക്തയുടെ ഹ. ഹഉ ളമീറിനെ നീട്ടേണ്ടത് എപ്പോൾ? ലമീറിന്റെ ഹാഇന്റെ മുന്നിലോ പിന്നിലോ സുക്കൂൻ ഉണ്ടെങ്കിൽ ഹാഇനെ നീട്ടാതെയും ഹർക്കത്താണെങ്കിൽ ഒരു അലിഫിന്റെ ഖദർ നീട്ടിയും ഓതണം. അടുത്ത പാഠം 3-ാം പാഠം അസ്സിഫാത്തു വൽ ഹുറൂഫ്. ഈ പാഠം പറയുന്നത് പലതര മഖ്റജുകളെ കുറിച്ചാണ്. ഇത് ഈ പാഠത്തിൽ മെയിൻ ആയിട്ടുള്ളത്. ഈ പട്ടിക എന്തായാലും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ ഹർഫുകളെ ഷോർട്ടായിട്ട് പറയുന്നത് ഫഹസ്ഹു, ഷഖ്സുൻ, സക്കത്ത്. ഇങ്ങനെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഓരോ അക്ഷരമായിട്ടും വാക്കായിട്ടും എഴുതാൻ പറ്റുന്നു. ഇസ്തിആലത്തിന്റെ ഖുസ്സലത്തിന് ഖിൽ, ഇത്തുബാഖ്, സൗതുൽ, ഖൽഖലത്ത്, ഖുതുബജദ്. അടുത്തത് 2-ാം പാഠം സിഫത്തുകൾ എന്ന് പറയുന്നു. ഏതിന്? അറബി അക്ഷരങ്ങൾ അവയുടെ മഖ്റജുകളിൽ നിന്ന്, മഖ്റജുകൾ എന്ന് വെച്ചാൽ ഉത്ഭവസ്ഥാനം, പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദ വ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത്. അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ എന്താണ് പാലിക്കേണ്ടത്? സിഫത്തുകൾ പാലിച്ചുകൊണ്ടാണ് അക്ഷരങ്ങളെ ഉച്ചരിക്കേണ്ടത്. ഒരേ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ വ്യത്യസ്തമാവുന്നത് എന്തുകൊണ്ട്? ചില സിഫത്തുകൾ മാറുന്നത് കൊണ്ട് അക്ഷരം തന്നെ മാറിപ്പോവുകയും നിസ്കാരം ശരിയാവാതെ വരികയും ചെയ്യും. അടുത്ത പാഠം 1-ാം പാഠം പഠിക്കലും പഠിപ്പിക്കലും വളരെ ശ്രേഷ്ഠമുള്ള അമലാണ് ഏത്? വിശുദ്ധ ഖുർആൻ പഠിക്കലും പഠിപ്പിക്കലും വളരെ പുണ്യമായ അമലാണ്. ഖുർആൻ ഓതുന്നവൻ സ്വർഗത്തിൽ ആരുടെ കൂടെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഖുർആനിൽ നൈപുണ്യം നേടിയവർ ഖിയാമത്ത് നാളിൽ സഫറ എന്ന ബഹുമാനികളായ മലക്കുകളുടെ കൂടെയായിരിക്കും. ഒരു പ്രദേശത്ത് ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്. ആര്? ഒരു പ്രദേശത്ത് ഖുർആൻ മനപ്പാഠമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്. ഇതോടുകൂടി നമ്മുടെ തജ്വീദിലെ എല്ലാ പാഠങ്ങളും നാം റിവിഷൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും.